നമസ്കാരം. ടെഡൻസിയുടെ ഈ കഴിഞ്ഞ എംപ്രസ് കേരളയിലെ വിന്നേഴ്സാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. കാരണം നാളുകളിൽ മലയാള സിനിമയിൽ അതുപോലെ തന്നെ മോഡലിംഗ് രംഗത്തൊക്കെ ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങളായി മാറേണ്ട മിടുക്കികളാണ് നമ്മളൊപ്പം ഉള്ളത്. അവരെ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഹായ്, ഞാൻ ഡോക്ടർ ഷബാന. കറൻ്റ്ലി ഞാനിപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്യുവാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആലപ്പുഴയിൽ. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ മലപ്പുറത്താണ്. എംപ്രസ് കേരള സീസൺ 2 മിസ്സസ് കാറ്റഗറി ടൈറ്റിൽ വിന്നറാണ്. നമസ്കാരം, ഞാൻ മെഹക്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ എംപ്രസ് കേരള സീസൺ 2 സീനിയർ ക്വീൻ കാറ്റഗറിയിലത്തെ ടൈറ്റിൽ വിന്നറാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഇന്ദുജ എസ് കുമാർ. തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. ഞാനൊരു MBBS ഡോക്ടറാണ്. കറൻ്റ്ലി SK ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം കാർഡിയോളജി ജൂനിയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുവാണ്. എംപ്രസ് കേരള സീസൺ 2 മിസ് കാറ്റഗറി ടൈറ്റിൽ വിന്നറാണ്. ഹായ്, ഞാൻ വിഷ്ണുവത്സൻ, പലൻസ് കമ്പനിയുടെ ഡയറക്ടറാണ്. നമ്മുടെ സീസൺ 2 ആയിരുന്നു ഇപ്പോൾ കഴിഞ്ഞത്. ഇന്നലെ എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു IMA ഹൗസിൽ. നമ്മുടെ വിന്നേഴ്സ് 3 ടൈറ്റിൽ വിന്നേഴ്സിനാണ് നമ്മളിപ്പോൾ ഉള്ളതെന്ന്. ഇന്ദുജ, ഇത് എത്രാമത്തെ പേജൻ്റായിരുന്നു? ഇത് എൻ്റെ രണ്ടാമത്തെ പേജൻ്റാണ് സർ. സെക്കൻഡ് പേജൻ്റാണ്. എത്ര ടൈറ്റിൽ കിട്ടിയിട്ടുണ്ട്? എനിക്ക് ഫസ്റ്റ് പേജൻറ്റിലും ഞാൻ ടൈറ്റിൽ വിന്നർ ആയിരുന്നു മിസ് ട്രാവൻകൂർ 2025. ദാറ്റ് വാസ് ഇൻ ലാസ്റ്റ് മന്ത് നവംബർ 22. എക്സാക്ട്ലി. രണ്ട് ഷോയിൽ ടൈറ്റിൽ വിന്നർ. യെസ്, ഇതിൻ്റെ സെക്കൻഡ് ഷോ ആണ് ടൈറ്റിൽ വിന്നറായി. രണ്ട് ഷോകൾ ടൈറ്റിൽ വിന്നറാണ്. ഓക്കെ, നെക്സ്റ്റ്. എൻ്റെ മോഡലിംഗ് കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് I was 4. ഓക്കെ. 4 വയസ്സിൽ. 4 വയസ്സിൽ. അപ്പം എൻ്റെ ഫസ്റ്റ് ടൈറ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബി ക്വീൻ, ലിറ്റിൽ ക്വീൻ ആൻഡ് സോ ഓൺ. പിന്നെ ജൂനിയർ മിസ് സ്റ്റാർ ലേഡി ഓഫ് സൗത്ത് ഇന്ത്യ. പിന്നെ ദ റീസൺ വൺ ഐ ഗോട്ട് ഇസ് എംപ്രസ് കേരള സീസൺ 2 സീനിയർ ക്വീൻ കാറ്റഗറി വിന്നർ. ഇത് ആക്ച്വലി എൻ്റെ ഫസ്റ്റ് പേജൻറ് ഷോസ് ആണ്. അതെ. എൻ്റെ മാരേജ് കഴിഞ്ഞിട്ടാണ് ഞാൻ പേജൻറ് ഷോയിലോട്ട് ഇറങ്ങുന്നത്. അതിനു മുമ്പ് ഞാൻ അങ്ങനെ പേജൻറ് ഷോസ് ചെയ്തിട്ടില്ല. ഒരു ഡിസൈനർ ഷോ കേസ് മാത്രം ചെയ്തിട്ടുള്ളൂ. എൻ്റെ കോഴ്സ് ഏകദേശം കംപ്ലീറ്റ് ആയപ്പോഴാണ് എനിക്ക് ഈ മോഡലിങ്ങിനോടൊരു ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയത്. അപ്പോഴാണ് ഇത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചു. ഇവരിൽ 2 പേര് ഡോക്ടർമാരാണ്. അപ്പം പ്രേക്ഷകർക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും, ഒരു ഡോക്ടർമാർ എങ്ങനെ ഈ ഒരു മോഡലിംഗ് രംഗത്തേക്ക് എത്തിയെന്നുള്ളത്. അപ്പോൾ നമുക്ക് അവരോട് തന്നെ അതിൻ്റെ ഒരു കാര്യങ്ങളോട് ചോദിക്കാം. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു വളരെ നമുക്ക് ആകാംക്ഷയുണ്ടാവും, ഒരു ഡോക്ടർ എന്നൊക്കെ പറഞ്ഞാൽ തിരക്ക് പിടിച്ച ഒരു ജോലി, അതുപോലെ പഠിക്കാനാണെങ്കിൽ അതിനത്രയും പഠിക്കാനും ഉണ്ടാവും. ഈ ഒരു വിഷയത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ ഇത്തരത്തിൽ മോഡലിംഗ് മേഖലയിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അതിൽ വിന്നേഴ്സ് ആവാൻ സാധിക്കുന്നു? സാർ ഇപ്പോൾ ചോദിച്ച പോലെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഇപ്പം എൻ്റെ ബാച്ചിലുള്ള ആൾക്കാരാണെങ്കിലും എൻ്റെ വർക്കേഴ്സ് ആണെങ്കിലും നിനക്കിതിന് എവിടുന്ന് സമയം കിട്ടുന്നു എന്ന് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഇന്ന് തന്നെ ഞാൻ എൻ്റെ ഡ്യൂട്ടി മാറ്റി വെച്ചിട്ടാണ് ഇപ്പോൾ ഇന്ന് ഇൻ്റർവ്യൂവിന് വരുന്നത്. ഇന്നലെയും അതെ. അപ്പം അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൊഫഷനാണ്, ഇതെൻ്റെ പാഷനാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി കംപ്ലീറ്റ് ആവുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം നമുക്ക് എക്സ്ക്യൂസ് പറയാനാണെങ്കിൽ എല്ലാത്തിനും നമുക്ക് എക്സ്ക്യൂസ് പറയാനുണ്ട്. ആ എക്സ്ക്യൂസസ് ഒക്കെ മാറ്റി വെച്ച് നമുക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് എല്ലാത്തിനും സമയം കിട്ടും. ഞാൻ MBBS ഡോക്ടറാണ്. വർക്ക് ചെയ്യുന്ന കാർഡിയോളജി ജൂനിയർ അസിസ്റ്റൻ്റ് ആയിട്ടാണ്. എല്ലാവരും പറയും എന്തിനാണ് ഡോക്ടേഴ്സിന് ഇങ്ങനെ ഇതിനൊക്കെ സമയം കിട്ടുന്നു, അവരെങ്ങനെയാണ് ഈ ഫീൽഡിലോട്ട് വരുന്നതെന്ന്. പക്ഷേ ബ്യൂട്ടി വിത്ത് പേർപ്പസ്, അതാണ് പേജൻസിൻ്റെ ഒരു ലക്ഷ്യം. അപ്പം എങ്ങനെയാണെങ്കിലും നമുക്ക് സൊസൈറ്റിയിൽ എങ്ങനെ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള പേജൻറ് ഷോസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സമയം എന്നുള്ളത് എല്ലാവർക്കും ഒരേ സമയമാണ്. പക്ഷെ നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടി ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. മെഡിസിൻ എൻ്റെ പ്രൊഫഷനാണ്. മോഡലിംഗ് ആൻഡ് പേജൻട്രി ഇസ് മൈ പാഷൻ. സോ ഐ ക്യാൻ ഇത് രണ്ടും ബാലൻസിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരുപാട് പേരെ എനിക്ക് ഇതിലൂടെ ഇൻസ്പയർ ചെയ്യാൻ പറ്റും. ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് നമ്മുടെ യങ് ജനറേഷൻ. ബോഡി പോസിറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് ബ്യൂട്ടി പേജൻസിന് സാധിക്കും. കാര്യം ബ്യൂട്ടി നോംസ് ഡിറ്റക്ട് ചെയ്യുന്ന പലപ്പോഴും പേജൻറ് ഷോസ് ആണ്. അപ്പോൾ മെഡിസിൻ്റെ ക്രെഡിബിലിറ്റിയോട് കൂടി തന്നെ ഇങ്ങനത്തെ വേദികളിൽ എനിക്ക് സംസാരിക്കാൻ പറ്റും. ദാറ്റ് ക്രിയേറ്റ്സ് ആൻ ഇമ്പാക്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫീൽഡിൽ വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇപ്പോൾ
പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ സ്റ്റഡീസും ഇങ്ങനെ മോഡലിംഗ് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? പഠിത്തമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് വേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇത് എൻ്റെ പാഷനാണ്. സോ as I need both of them in my life, I can definitely handle this by making a daily schedule, അങ്ങനത്തെ ടു ഡു ലിസ്റ്റ് ഒക്കെ. സോ ഞാൻ എന്നും ഇങ്ങനെ എഴുതി വെക്കും ഈ സമയം കൊണ്ട് എന്തൊക്കെ ചെയ്യുന്നെന്നൊക്കെ. ഇറ്റ്സ് ആക്ച്വലി റിയലി ഈസി ഇഫ് യു ആർ ആക്ച്വലി ഡെഡിക്കേറ്റഡ് ടു യുവർ പാഷൻ ആൻഡ് ടു യുവർ സ്റ്റഡീസ് ആസ് വെൽ. സോ ഞാൻ എന്നും അങ്ങനെ എഴുതി വെച്ചിട്ട് എൻ്റെ സമയം പോലെ ഞാൻ എന്നും ചെയ്യാറുണ്ട്. ഇതിപ്പോൾ പഠിപ്പാണെങ്കിൽ അതിനുള്ള 1 മണിക്കൂർ അരമണിക്കൂർ മാറ്റി വയ്ക്കും. എക്സാം ആണെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി ഫോക്കസ് ഓൺ ദാറ്റ്. പിന്നെ ഈ പെജൻറ്റ് ഷോസിലൊക്കെ ആണെങ്കിൽ 1 മാസം ഞാൻ ഇങ്ങനെ പ്രിപ്പയർഡ് ആയിരിക്കും. എല്ലാത്തിനും നമ്മളിങ്ങനെ സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. സോ അതേപോലെ തന്നെ ഞാൻ ടൈമൊക്കെ വെച്ചിട്ട് എല്ലാം കാമായിട്ടിരുന്നിട്ട് ചെയ്യാറുണ്ട്. മോളെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ റോൾ മോഡലിനെ കുറിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണ കുട്ടികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ഉത്തരമാണ് മോള് നൽകിയത്. ഇത് പ്രേക്ഷകർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ആരാണ് മോളുടെ റോൾ മോഡൽ? എന്താണ് മോള് അങ്ങനെ ഒരു റോൾ മോഡൽ സെലക്ട് ചെയ്യാനുള്ള കാരണം? ഡെഫിനറ്റ്ലി കോമൺ ആൻസർ ആയിരിക്കും. പക്ഷേ ഐ മസ്റ്റ് സേ ഐ ഡോണ്ട് ഹാവ് എനി അതർ ഓപ്ഷൻ ബട്ട് ടു ചൂസ് എൻ്റെ അമ്മ തന്നെയാണത്. കാരണം അത് വേറെ ആരും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മളെ ജന്മം കാരണമായിട്ടുള്ള ഒരാളായിരിക്കില്ല നമ്മുടെ എല്ലാം വിജയത്തിൻ്റെ ഒരു കാരണം. സോ എൻ്റെ അമ്മ എന്തുകൊണ്ടാണ് റോൾ മോഡൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷീ ഹാസ് ടോട്ട് മീ എവ്രിതിങ്. ഹൗ പെജൻറ്റ് ഷോസ് എൻ്റെ ആദ്യത്തെ പെജൻറ്റിലൊക്കെ എൻ്റെ അമ്മ ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെ ആൻസർ ചെയ്യണം അതെല്ലാം പറഞ്ഞത് എൻ്റെ അമ്മ തന്നെയാണ്. സോ ഈ വേദിയിലൊക്കെ വന്ന് നിൽക്കാനുള്ള ഒരു കാരണം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അതെൻ്റെ അമ്മ തന്നെയാണ്. റോൾ മോഡൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷീ ടോട്ട് മീ ഷീ ടോട്ട് മീ റിയൽ മാനർ, true confidence, and that I should put my 100% in whatever I do, then the universe is definitely mine. അമ്മ എപ്പോഴും എന്നെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, ഐ മസ്റ്റ് സേ. ഞാൻ I don't have any other best friend than her. I have chosen her as my best friend. I have chosen her as my role model. എൻ്റെ എല്ലാമാണ് എൻ്റെ അമ്മ. So that's why she's my role model. She have taught me she have only encouraged me to do good deeds to the world and to make society a better place in my future. അത് കുട്ടികളൊക്കെ ശരിക്ക് മാതൃകയാക്കാവുന്ന അല്ലെ മാതൃകയാക്കേണ്ട വാക്കുകളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും നമ്മുടെ ആ ഒരു റോൾ മോഡൽ ആണെങ്കിൽ വലിയൊരു കാര്യമായിരിക്കും. അതുപോലെ ഇപ്പോൾ ഒരു ബ്യൂട്ടി കോൺടെസ്റ്റ് പറയുമ്പോൾ അതിൽ ഈ ബ്യൂട്ടിക്ക് അപ്പുറത്തേക്ക് നമ്മുടെ മറ്റ് പല കഴിവുകളും അവിടെ അളക്കപ്പെടുന്നുണ്ട്. അത് എങ്ങനെയൊക്കെയാണ്? എന്താണ് ഇതിൻ്റെ ഒരു രീതികൾ? നമ്മൾ എങ്ങനെയാണ് ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവേണ്ടത്? ഇപ്പോൾ പലർക്കും ഇതിൽ താല്പര്യം ഉണ്ടാവും, പക്ഷേ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് അവർക്കറിയില്ല. ഇപ്പോൾ നിങ്ങളെപ്പോലെ ഇതിൽ വിൻ ചെയ്ത ഒരാൾ പറയുമ്പോൾ അവർക്ക് കൂടുതൽ അത് ഉൾക്കൊള്ളാൻ കഴിയും. എങ്ങനെയാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടി പേജൻസ് എന്ന് പറയുമ്പം എല്ലാവരും വിശ്വസിക്കുന്നത് കാണാൻ ഒരുപാട് ഭംഗി, ഞാൻ ഉദ്ദേശിച്ച ഔട്ടർ ബ്യൂട്ടിയുടെ കാര്യമാണ്. നല്ല ഭംഗി വേണം, നല്ല ഫിഗർ വേണം. പക്ഷെ അതിലൊക്കെ ഉപരി ബ്യൂട്ടി പേജൻസ് അതൊരു തെറ്റിദ്ധാരണയാണ് പലർക്കും. മേ ബി അവർക്ക് അവരുടേതായിട്ടുള്ള ബോഡിയിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല, അവരുടെ ലുക്കിലൊരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അവർ എനിക്ക് ആ പേജൻ്റ് എനിക്ക് ഒരിക്കലും പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. എൻ്റെ അടുത്ത് അങ്ങനെ നേരിട്ട് പറഞ്ഞ പിള്ളേരൊക്കെ ഉണ്ട്, എനിക്ക് പറ്റുമോ, എൻ്റെ ഈ ഫേസിന് പറ്റുമോ എന്നൊക്കെ ചോദിച്ച പിള്ളേരുണ്ട്. പക്ഷേ അവരോടൊക്കെ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ബ്യൂട്ടി പേജൻസ് നമ്മുടെ ഔട്ടർ ബ്യൂട്ടിയെ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് ടൈറ്റിലിരുന്ന ഒരു അല്ലെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഷോ അല്ല. അതെന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നർ ബ്യൂട്ടി, നമ്മുടെ കോൺഫിഡൻസ്, നമ്മുടെ പാഷൻ, നമ്മൾ ആളുകളോട് എങ്ങനെ ഫേസ് ചെയ്യുന്നു, നമ്മളൊരു സിറ്റുവേഷൻ തരുമ്പോൾ അതെങ്ങനെ ഡീൽ ചെയ്യുന്നു, നമ്മുടെ ടൈമുകൾ നമ്മളെങ്ങനെ മാനേജ് ചെയ്യുന്നു, ഇതിനോട് നമ്മൾ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുന്നു, ഹാർഡ് വർക്ക്, നമ്മുടെ എല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് അതിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ബ്യൂട്ടി പേജൻസിൻ്റെ ഏറ്റവും വലിയ ഒരു സൊസൈറ്റിയുടെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് വേണമെങ്കിൽ തകർക്കുന്ന രീതിയിലുള്ള
ഷോസാണ് ബ്യൂട്ടി പേജൻസ് എന്ന് പറയുന്നത്. പലരും പ്രായമായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു വിവരമില്ലാത്ത ആളുകൾ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മിസ് യൂണിവേഴ്സിനെയോ മിസ്സസ് കേരളയോ ഒക്കെ കാണുമ്പം ഇവരാണോ ഇവരെന്തിനാക്കി, പക്ഷെ അവർക്കറിയില്ല ബ്യൂട്ടി അല്ല ഇതിൻ്റെ ഇതെന്ന്. അപ്പോൾ ഇഫ് യു ആർ കോൺഫിഡൻറ്റ് ആൻഡ് യു ക്യാൻ ഫേസ് എ സൊസൈറ്റി, ജസ്റ്റ് കം. ടൈറ്റിൽ കിട്ടുന്ന ഒന്നുമല്ല, അവിടെ നമ്മൾ ആ സ്റ്റേജിൽ നിൽക്കുക, ഇത്രയും ആൾക്കാരെ ഫേസ് ചെയ്തിട്ട് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് ഒരു ആൻസർ പറയുന്നു, അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ ഇന്ന ആളാണ്, എൻ്റെ പാഷൻ ഇതാണ്, ഇത് നമ്മൾ പറയുമ്പം ഇറ്റ് ഈസ് ലൈക്ക് ഓക്കെ, ഞാൻ ഇത്രയും ഒരു വലിയ വേൾഡിനുള്ളിൽ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. അതെല്ലാവർക്കും പറ്റില്ല. നിങ്ങൾ കോൺഫിഡൻ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇങ്ങനെയുള്ള പേജൻ ഷോസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മളിതിലേക്ക് ഒരു ഷോയിലേക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ആദ്യ ഘട്ടത്തിൽ ഒരു സാധാരണ ഒരു കുട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ? പേജൻ ഷോസ് എന്ന് പറയുന്നത് ബ്യൂട്ടി വിത്ത് പേർപ്പസ്, ഐ ടോൾഡ് യു. അപ്പോൾ കോൺഫിഡൻസ് ആണ് അവിടെ നോക്കുന്നത്. അതായത് നിങ്ങളുടെ ഔട്ടർ ബ്യൂട്ടി മാത്രമല്ല, ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് ഹൗ യു ക്യാരി യുവർ സെൽഫ് ഫോർ ദ സ്റ്റേജ്. എങ്ങനെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും, നിങ്ങളുടെ ടാലൻസ് എന്തൊക്കെയാണ്, ഹൗ യു ബിഹേവ് വിത്ത് അതേഴ്സ്, വാട്ട് ഈസ് യുവർ പേഴ്സണാലിറ്റി, വാട്ട് ആർ യു ഗോയിങ് ടു കോൺട്രിബ്യൂട്ട് ടു ദ സൊസൈറ്റി. അതാണ് പേജൻ ഷോസിന് അറിയാനുള്ളത്. അപ്പോൾ ആസ് എ പ്രിപ്പറേഷൻ ഡെഫിനറ്റ്ലി ഒരു ബ്യൂട്ടി എന്നുള്ളതിനെ ഒരു ഹെൽത്തി ആയിട്ട് നമുക്ക് നമ്മളെ പ്രസൻറ്റ് ചെയ്യാൻ കഴിയണം. നമ്മുടെ ഫിസിക്കലി മെൻ്റലി നമ്മൾ ഹെൽത്തി ആവാനായിട്ടുള്ള ഇനിഷ്യേറ്റീവ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഇസ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ട്സും ഉള്ള ഒരു ഷോസാണ് പേജൻ ഷോസ് എന്ന് പറയുന്നത്. ദാറ്റ് ആക്ച്വലി ചെക്സ് യുവർ ഇൻ്റലിജൻസ് ആൻഡ് നമ്മുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡും അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. സോ കുറച്ചുകൂടി നന്നായിട്ട് നോളജ് ഇമ്പ്രൂവ് ചെയ്യാൻ, കറണ്ട് അഫയേഴ്സിനെ പറ്റിയിട്ടൊക്കെ നല്ലവണ്ണം അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. കാര്യം ലോകത്ത് എന്ത് നടക്കുന്നു എന്ന് അറിഞ്ഞാലേ ലോകത്തിനെ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ മാറ്റാൻ പറ്റുള്ളൂ എന്ന് അറിയുള്ളൂ. ബിക്കോസ് മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ബി ദ ചേഞ്ച് യു വോണ്ട് ടു സീ ഇൻ ദ വേൾഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വി ഷുഡ് ബി ലൈക്ക് നന്നായിട്ട് വായിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്താണ് സൊസൈറ്റിയുടെ പ്രശ്നം, അതിൽ എനിക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ട് നല്ലൊരു അവബോധം ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു നല്ലൊരു ഇൻട്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്യാൻ കഴിയണം. കാര്യം ആസ് എ പേഴ്സൺ നിങ്ങൾക്കുള്ള ഗുണങ്ങൾ എന്താണ് നിങ്ങളുടെ വീക്ക്നെസ്, ഒരു സെൽഫ് അവെയർ ആയിട്ടുള്ള ഒരു പേഴ്സണ് മാത്രമേ ഒരു പേജൻ ഷോയിൽ നിന്ന് സംസാരിക്കാൻ കഴിയുള്ളൂ. ബിക്കോസ് ദാറ്റ് സ്റ്റേജ് ടെസ്റ്റ് യു കംപ്ലീറ്റ്ലി, എല്ലാ അർത്ഥത്തിലും നിങ്ങളെ ടെസ്റ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് വേണ്ടത്. ഇനി നിങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ എന്താണ്? നെക്സ്റ്റ് ഷോ എന്താണ് ഉദ്ദേശിക്കുന്നത്? നെക്സ്റ്റ് ഫ്യൂച്ചർ പ്ലാൻസുകൾ എന്തൊക്കെയാണ്? ഞാൻ ഡോക്ടറാണ് ബൈ പ്രൊഫഷൻ. അപ്പോൾ എനിക്ക് ആ ഡോക്ടർ എന്നുള്ള പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്യണം. ആൻഡ് അതിനോടൊപ്പം തന്നെ പേജൻ ഷോസ് ഇനിയും ചെയ്യണം എന്നാണ്. നല്ല നല്ല ഷോസ്, മിസ് ഗ്രാൻഡ് കേരള, മിസ് കേരളം അങ്ങനെയുള്ള ഷോസിലോട്ട് പോകണം എന്ന് എനിക്കുണ്ട്. അപ്പോൾ അതാണ് പേജൻസിൻ്റെ സൈഡിൽ എൻ്റെ ലക്ഷ്യം. ആൻഡ് ഐ എം എ ഡാൻസർ, സോ അതിൽ ആ ഫീൽഡിൽ ഇപ്പം റൈറ്റ് നൗ ഐ എം പെർസ്യൂയിങ് കുച്ചിപ്പുടി. അപ്പോൾ എനിക്ക് അത് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ഗോൾസ് ആണ് ലൈഫിലുള്ളത്. ഞാൻ ശരിക്കും പറഞ്ഞ ഒരു മിസ് യൂണിവേഴ്സ് ആവാനുള്ള ഒരു പ്രിപ്പറേഷനാണ് ഇതെല്ലാം. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ഇങ്ങനെ ഐ ബിലീവ് ഐ എം ഡെഡിക്കേറ്റഡ് ആൻഡ് കോൺഫിഡൻറ്റ്. സോ ഞാൻ എൻ്റെ കൂടെ ഒപ്പം തന്നെ ഒരു സോഷ്യൽ വർക്കർ ആവാനും കൂടിയാണ് ആഗ്രഹം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ അമ്മ എപ്പോഴും സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ലത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്നും എൻ്റെ അടുത്ത് ഇങ്ങനെ എന്നിങ്ങനെ പറയാനുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നോട്ട് ഓൺലി ബിക്കോസ് യു ഹാവ് ടോൾഡ് മീ, ഐ ഹാവ് റിയലൈസ്ഡ് ദാറ്റ് ദ സൊസൈറ്റി നീഡ്സ് ടു ബി ഇംപ്രൂവ്ഡ്. സോ അത് അനുസരിച്ചിട്ട് ഞാൻ അങ്ങനെ സോഷ്യൽ വർക്കർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടു ദ ഡിസേർവിങ് പീപ്പിൾ നമ്മൾ സപ്പോർട്ടും മോട്ടിവേഷനും ഒക്കെ കൊടുത്തിട്ട് അവരെ ലൈം ലൈറ്റിലേക്കൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് പിന്നെ അവരെ വിത്ത് കമ്മിറ്റ്മെൻറ്റ് ആൻഡ് കംപ്ലീറ്റ് കോൺഫിഡൻസ് ഒക്കെ അവരെ ആ സന്തോഷം അവരുടെ പുഞ്ചിരി ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഇറ്റ്സ് ഇനഫ് ഫോർ മീ ടു മേക്ക് അപ്പ് എ ഡേ. സോ ഒരു മിസ് യൂണിവേഴ്സും പിന്നെ ഒരു സോഷ്യൽ വർക്കർ ആവാനാണ് നമ്മുടെ ഇത്. ഞാൻ പ്രൊഫഷൻ വെച്ച് നോക്കുമ്പോൾ ഞാനൊരു ഡോക്ടറാണ്. അപ്പോൾ അതെന്തായാലും എനിക്ക് കണ്ടിന്യൂ ചെയ്യണം, അതിൽ PG ചെയ്യണം. ഞാനിപ്പം ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അതിൽ PG ചെയ്തിട്ട് അതിൻ്റെ ഫർദർ കാര്യങ്ങളിലോട്ട് പോകണം. പിന്നെ പേജൻ ഷോസ് ആൻഡ് ഈ ഫാഷൻ ഇൻഡസ്ട്രിയിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഇനിയും ഒരുപാട് പേജൻ ഷോസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ആൻഡ് ഡിസൈനർ ഷോ കേസുകൾ, അങ്ങനെ ഒരുപാട് ഇതിൽ എന്തൊക്കെ എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നോ അതെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
പിന്നെ ഞാൻ ഡാൻസറാണ് ആൻഡ് കോളേജ് വൈസ് ഇന്റർ കോളേജ് കോമ്പറ്റീഷൻസും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അതിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങൾ കുറച്ച് കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമുണ്ട്. ആൻഡ് ദെൻ സ്പോർട്സ് ആക്ടിവിറ്റീസ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആൻഡ് ഞാൻ കോളേജ് ടീമിലും ഫുട്ബോൾ ടീം ക്യാപ്റ്റനൊക്കെ ആയിരുന്നു. ആൻഡ് ഫസ്റ്റ് എവർ വിമൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ആയിട്ട് ഞാൻ ലീഡ് ചെയ്ത് കൊണ്ടുപോയ ടീം ഫസ്റ്റ് ഇന്റർ സോൺ ചാമ്പ്യൻസ് ആയി. അങ്ങനെ ഒരുപാട് അച്ചീവ്മെന്റ്സ് എനിക്ക് സ്പോർട്സ് വൈസ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. അതെനിക്ക് സ്പോർട്സ് വൈസ് എനിക്ക് ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ട്. ഇതെല്ലാം ഞാൻ കോളേജിൽ വന്നതിന് ശേഷമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും റിയലൈസ് ചെയ്യുന്നത് ഒരുപാട് കഴിഞ്ഞിട്ടാണ്. ഇപ്പം മെഹക്കിനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത്ര ചെറുപ്രായത്തിൽ തന്നെ ഷീ സ്റ്റാർട്ടഡ് ദിസ് വെൻ ഷി വാസ് 4 റൈറ്റ്. അപ്പോൾ ഇത്ര ചെറുപ്രായത്തിൽ തന്നെ ആളുടെ ആ ഒരു ഇന്നർ എന്താണ്, ആൾക്കുള്ളിൽ എന്താണ്, ആൾക്ക് എന്താവണമെന്ന് ആൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. മെഹക്ക് എന്നല്ല, ഇപ്പോഴുള്ള ജനറേഷൻ മൊത്തം കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കറിയില്ല നമുക്ക് എന്ത് വേണം. ഞാനൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഞാൻ ഡാൻസ് പഠിച്ചിട്ടില്ല ബൈ പ്രൊഫഷൻ. പക്ഷേ കോളേജിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഡാൻസ് ടീം ജോയിൻ ചെയ്യുന്നതും. ആൻഡ് ഐ റിയലൈസ് ദാറ്റ് എനിക്ക് ആ ടാലൻ്റ് ഉണ്ട്. ആൻഡ് ഞാൻ കോളേജിനെ റെപ്രസെൻറ്റ് ചെയ്ത് സ്റ്റേറ്റ് ലെവൽ ഇപ്പം ഐ തിങ്ക് 2 months ബാക്ക് ഞങ്ങൾ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പായി ഇന്റർ മെഡിക്കോസിൽ ഡാൻസിൽ, ഗ്രൂപ്പ് ഡാൻസിൽ. അങ്ങനെ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് എനിക്ക് കിട്ടി തുടങ്ങി. ആൻഡ് ഐ എം ഹാപ്പി. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ഞാൻ ഫോളോ ചെയ്ത് തുടങ്ങിയത് എൻ്റെ പാഷൻസിനെ. അങ്ങനെയാണ് എനിക്ക് ഇവിടെയും വന്നു തുടങ്ങിയത്. അപ്പം എൻ്റെ പാഷൻസും വിത്ത് മൈ പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. ഒന്നും ഞാൻ സ്റ്റോപ്പ് ചെയ്യില്ല. ആസ് ലോങ് ആസ് ഐ എം അലൈവ് ഞാൻ അത് ഫുൾ കംപ്ലീറ്റ്ലി എനിക്ക് കിട്ടുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഞാൻ യൂട്ടിലൈസ് ചെയ്യും. എനിക്കുള്ളൊരു വലിയൊരു സംശയം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിജയെ പ്രഖ്യാപിക്കുന്നത് വരെ വലിയൊരു ടെൻഷൻ ഉണ്ടാവും. കാരണം ഓരോ റൗണ്ട് ഇങ്ങനെ കഴിയുമ്പോഴും അതിൻ്റെ ഇടയിൽ ചോദ്യങ്ങൾ വരുന്നു. ആ ചോദ്യങ്ങൾ കഴിഞ്ഞ് അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ പോകുന്നു. ഈ ഒരു ടെൻഷനെ പലപ്പോഴും നമുക്ക് കൃത്യമായി പെർഫോം ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ അത്രയും പ്രാക്ടീസ് ഉണ്ടെങ്കിലും ഈ ടെൻഷൻ വരുമ്പോൾ പലപ്പോഴും ഇതൊക്കെ പോയി നമ്മൾ പരാജയപ്പെടുന്ന ഒരവസ്ഥ വരും. അത്തരം ഒരവസ്ഥയെ നിങ്ങൾ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ആ ഒരു ടെൻഷനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഇത് എല്ലാ മത്സരങ്ങളിലും ഉണ്ടാവും, എന്നാൽ ഏറ്റവും റിയലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് ഒന്ന് ഈ ഫാഷൻ ഷോകളിലാണ്. അതെങ്ങനെയാണ് നിങ്ങൾ ആ ഒരു ടെൻഷനെ റിലീഫ് ചെയ്യുന്നത്? സാർ പറഞ്ഞ പോലെ ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും. അത് 2 തരത്തിലുണ്ട്. ഒന്ന് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയതും ഒന്ന് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുമാണ്. ആക്ച്വലി ടെൻഷൻ ഈസ് സംവാട്ട് ഇറ്റ് ഈസ് ഹെൽത്തി. ഇപ്പോൾ നമ്മൾ എക്സാമിന് പഠിക്കുമ്പോൾ ആണെങ്കിലും നമ്മൾ എന്ത് അറ്റൻഡ് ചെയ്യണമെങ്കിലും ടെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഓവർ കോൺഫിഡൻസിനെ കുറക്കും. അത് ആക്ച്വലി ഏതൊരു കാര്യത്തിലും നമുക്ക് ഓവർ കോൺഫിഡൻസ് നല്ലതല്ല. പക്ഷേ ഒരു അൺഹെൽത്തി ആയിട്ടൊരു ടെൻഷൻ വരുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ഫെയിലിയറിനെ കുറിച്ച് പേടിക്കുമ്പോഴാണ്. നമ്മളെപ്പോഴും ഓക്കെ ഞാനാണ് ബെസ്റ്റ്, അല്ലെങ്കിൽ എനിക്കിത് കിട്ടണം, അല്ലെങ്കിൽ ഞാൻ തോറ്റുപോയാലോ, അങ്ങനൊരു മൈൻഡ് സെറ്റിൽ ഒരിക്കലും ഒരു പേജൻ ഷോ എന്നല്ല നമ്മുടെ ലൈഫിൽ ഒരു സ്റ്റെപ്പ് പോലും നമ്മൾ മുന്നോട്ടെടുത്ത് വെക്കുക. ബിക്കോസ് നമ്മൾ ആ സ്റ്റെപ്പ് ഇനി എത്രത്തോളം മുന്നോട്ട് പോകും നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഏത് സമയം വേണേലും ഏത് നിമിഷം വേണേലും നമ്മൾ തോറ്റുപോകാം നമ്മുടെ ലൈഫിൽ. ഇപ്പം ഞാനാണെങ്കിൽ പോലും ഞാൻ ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ചെയ്ത് ഞാൻ ഫെയിൽ ആയതാണ് എൻട്രൻസ് എക്സാം. പിന്നീടാണ് ഞാൻ ഓക്കെ ഇതെനിക്ക് കിട്ടിയില്ല, ഇതെനിക്ക് കിട്ടിയേ പറ്റൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ രണ്ടാമതെടുത്ത്. ഇപ്പം ഞാൻ കേരളത്തിലെ നല്ലൊരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മേ ബി ഞാൻ ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഓക്കെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്നെ ഡോക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. മേ ബി ഞാൻ ഇവിടെ ഇരിക്കുക പോലും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഈ കോളേജിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഒരുപാട് റിയലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫെയിലറിനോടുള്ള ആ ഒരു ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ മത്സരിക്കുന്ന ആൾക്കാരും ഈക്വലി ഡിസേർവിങ് ആണ്. ബെസ്റ്റിന് അവിടെ ക്രൗൺ കിട്ടട്ടെ, അല്ലെങ്കിൽ ബെസ്റ്റ് അവിടെ ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടട്ടെ. ഞാൻ എൻ്റെ മാക്സിമം ഒരു സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരുമ്പം നമ്മളോട് പറയാൻ പറ്റണം എൻ്റെ മാക്സിമം ഞാൻ പെർഫോം ചെയ്തു, ഇതിൽ കൂടുതൽ എനിക്കിനി ഒന്നും ചെയ്യാനില്ല. ഇനി എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഐ നീഡ് ടു ഇംപ്രൂവ്. അവിടെ എൻ്റെ മാക്സിമത്തിന് ലിമിറ്റാണ് ഞാൻ കൂട്ടേണ്ടത്, അല്ലാതെ ബാക്കിയുള്ളവർ വെച്ച് നമ്മളെ കമ്പയർ ചെയ്യരുത് ഒരിക്കലും. ടെൻഷൻ ഇല്ലാത്തൊരു ആൾ നമ്മളെ നടുക്കിരിക്കുന്ന മോളാണ്. നമ്മൾ യാതൊരു ടെൻഷനും ഇല്ലാതെയാണ് ഈ മത്സരങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്നത്. അതിനൊരു മാജിക് ഉണ്ടാവും. അതെന്താണ് ആ ഒരു മാജിക്? ഓക്കെ, അപ്പോൾ സാധാരണ ആൾക്കാർ പേജനിൽ എന്തിനാണ് പേടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസിനാണ്. കാരണം അവരെന്താണ് വിചാരിക്കുക. ഇതിപ്പോൾ ആദ്യം ഞാൻ പേജനിൽ പോയപ്പോൾ എനിക്കും അങ്ങനത്തെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാർ ഇതിപ്പോൾ അഥവാ Q&A റൗണ്ടോ ഇൻട്രൊഡക്ഷൻ റൗണ്ടോ തപ്പിയാലോ അല്ലെങ്കിൽ നമ്മൾ ബ്ലാങ്ക് ആയി പോയാലോ അങ്ങനത്തെ പേടിയൊക്കെ സ്ഥിരം എല്ലാവർക്കും ഉള്ളൊരു ഇതാണ്.
പക്ഷേ ഞാൻ ഇപ്പം ഇങ്ങനെ അറിഞ്ഞു വരുന്ന സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഓഡിയൻസ് ഒന്നും നമ്മുടെ പാരൻസ് ഒഴിച്ചിട്ട് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതൊക്കെ അവർ കാണും, തപ്പിപ്പോയി കഴിഞ്ഞാൽ സത്യമാണ് അവർ എന്തെങ്കിലുമൊക്കെ വിചാരിക്കും. വി ആർ വ്യൂ ഡിഫറെൻ്റ്ലി ബൈ ഡിഫറെൻറ്റ് പീപ്പിൾ. അപ്പം അവർ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ദേ വിൽ ഗോ ടു ദെയർ ഹോം, ദേ വിൽ ഫോർഗെറ്റ് ഇറ്റ് ഓൾ. അവർ മറക്കും അത്. നമ്മൾക്കും ടെൻഷൻ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനിപ്പോഴാണ് വിചാരിക്കുന്നത് ഈ ടെൻഷൻ എന്നുള്ള സംഭവം പെജൻസിൽ എന്തിനാണ് വരുന്നതെന്ന്. അത് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതിപ്പോഴും കുറേ ആൾക്കാർക്ക്, എൻ്റെ പ്രായത്തിലുള്ള പെണ്ണുങ്ങൾക്ക് ഇപ്പോഴും അങ്ങനത്തെ ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഒരു കാരണവശാലും പേടിക്കാനില്ല. കാരണം നമ്മളുടെ കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. നമ്മൾ ഇനിയും കുറേ പെജൻസ് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾക്ക് എനിക്ക് അഫ്കോഴ്സ് ഞാൻ പെജൻസിൽ കുറേ പോയിട്ടുണ്ട്. എനിക്ക് ടൈറ്റിൽ കിട്ടിയിട്ടില്ല. കുറേ ഇതിൽ ഐ വാസ് നോട്ട് ദ വിന്നർ. സബ് ടൈറ്റിൽ പോലും കിട്ടാത്ത പെജൻസൊക്കെ ഫസ്റ്റ് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് ആ ഫസ്റ്റ് ടൈം. ടെൻഷനും ഉണ്ടായിരുന്നു. നമ്മൾക്ക് എല്ലാ പെജൻസിനും വേണ്ടത് കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ദ യൂണിവേഴ്സ് ഇസ് ആസ്. നമ്മൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കോൺഫിഡൻസ് ഇസ് ദ മസ്റ്റ് ടു അച്ചീവ് എനിത്തിങ്. സോ ടെൻഷൻ ഞാൻ പറയുകയാണെങ്കിൽ ഹൗ ഐ ഹാൻഡിൽ ഇറ്റ് ഇസ് ഐ ഓൾവേസ് കാം മൈ സെൽഫ് ഡൗൺ. ദർ ആർ പീപ്പിൾ ടു കാം മീ ഡൗൺ. എൻ്റെ പാരൻസ് ഒക്കെ ദേ മോട്ടിവേറ്റ് മീ, ദേ കാം മീ ഡൗൺ. വേറെ ആൾക്കാരുടെ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ എനിക്ക് ഐ ഡോണ്ട് ഹാവ് ടു ബി വറീഡ് അബൌട്ട് വാട്ട് അതേഴ്സ് തിങ്ക്. കാരണം അതെല്ലാവരും മറക്കും. അങ്ങനത്തെ ഒരു ടെൻഷന് ഞാൻ ഒരിക്കലും എനിക്ക് ആ ടെൻഷൻ പെജൻസിൽ ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. നമുക്ക് പേടി വരുന്നത് എപ്പോഴാണ്, സ്ട്രെസ്സ് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ റിസൾട്ടിനെ പറ്റി വറീഡ് ആവുമ്പോഴാണ്. ആക്ച്വലി റിസൾട്ടിനോട് ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ നമ്മളൊരു വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സ്ട്രെസ്സ് ഉണ്ടാവില്ല. പക്ഷേ മനുഷ്യരാണ്, എന്തായാലും സ്ട്രെസ്സ് ഉണ്ടാവും. ബട്ട് പേജൻസിൽ വരുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ആണ് നോക്കുന്നത്. നമ്മൾ എത്ര ഒരു 1% എങ്കിലും ഒരു പേജൻ ഷോയിൽ നിന്ന് മറ്റൊരു പേജൻ ഷോയിൽ നമുക്ക് ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ സക്സസ്. കാര്യം എവ്രി ഫെയിലിയർ ഇസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഫോർ സക്സസ് എന്നാണ് പറയുന്നത്. നമ്മൾ ഇത്രയും ആൾക്കാരെ കമ്പയർ ചെയ്ത് നമ്മളവിടെ ആ സ്റ്റേജിൽ നിൽക്കുകയാണ്, ഇത്രയും ഓഡിയൻസിനെ ഫേസ് ചെയ്യുകയാണ്, ഇത്രയും ക്വാളിറ്റീസ് നമ്മളെ തന്നെ നമ്മളവിടെ പ്രസൻറ്റ് ചെയ്യുകയാണ്. ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ സക്സസ് ഫോർ എസ്, റൈറ്റ്? അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ഓരോ ഷോയിനെയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ട്രെസ്സ് ഇല്ലാതാക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഈ ഒരു ക്രൗൺ, നിങ്ങളെ തലയിൽ വന്നിരിക്കുന്ന ഒരു ക്രൗൺ ഒരു ഉത്തരവാദിത്തം കൂടിയാണ്, വലിയൊരു ഭാരം കൂടിയാണ്. ഇതിലും അടുത്ത സ്റ്റേജിലേക്ക് പോകണം എന്നുള്ള അത്തരത്തിലുള്ള ഒരു ചിന്ത ഉണ്ടാവാറുണ്ടോ? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് അല്ല. ആൻഡ് ഞാൻ എൻ്റെ ബെസ്റ്റിലല്ല ഇപ്പം നിൽക്കുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ എൻ്റെ ഫസ്റ്റ് ഷോ ആണ്. ഇനി ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് എനിക്ക് വരാനുണ്ട്. ഭാരമല്ല, എനിക്കിതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. അതായത് ഒരു ഹാപ്പിനെസ് ആണ്, എനിക്കൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. ഓക്കെ, നല്ല ആംബിയൻസ്, അതുപോലെ തന്നെ കോൺഫിഡൻസ് ആയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നു. വിഷ്ണു സാർ എൻ്റെ അടുത്ത് ഈ പേജൻ ഷോനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് റൗണ്ട് ഓക്കെ, എനിവേസ് ഞാൻ വരാം. സെക്കൻഡ് റൗണ്ട് എനിക്ക് അറിയില്ല എൻ്റെ ഡ്യൂട്ടീസ് എന്താകുമെന്ന്, എനിക്കൊന്നും അറിയില്ല. ഓക്കെ, ഞാൻ വരാം. ഇന്നലെ ടൈറ്റിൽ കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കില്ലല്ലോ. അപ്പം ഇന്നലെ രാത്രി വിഷ്ണു സാറിൻ്റെ അടുത്ത് പറഞ്ഞു നാളെ വരണം ഇവിടെ വീണ്ടും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേറൊന്നും ചിന്തിച്ചില്ല. അവിടെ എന്തോന്നും, അതൊക്കെ എൻ്റെ സെക്കൻഡ് തോട്ടാണ്. അതായത് എനിക്ക് ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ഇനി കൂടുതൽ ചെയ്യാനായിട്ട്. ഒരിക്കലും ഭാരമല്ല, എനിക്കിപ്പോൾ ഒരു എക്സ്പോഷർ കിട്ടി. അപ്പോൾ എനിക്ക് കൂടുതലൊരു എക്സ്പീരിയൻസ് ആണ്. ഇനി എനിക്ക് ചെയ്യണം എന്നുള്ള ഒരു ഇന്നർ മൈൻഡാണ് എനിക്കുള്ളത്. അതുപോലെ തന്നെ നമ്മളെ ഈ ടെഡൻസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് താരങ്ങളെ കണ്ടെത്തിയ ഒരു ഇവൻറ്റ് കമ്പനി കൂടിയാണ് ടെഡൻസി ആയിട്ടുള്ള നിങ്ങളൊരു അനുഭവം എങ്ങനെയാണ്? വളരെ നല്ല അനുഭവമാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ എൻക്വയറി സെൻഡ് ചെയ്തത് വിഷ്ണു സാറിന് ഒരു ഡിസൈനർ ഫാഷൻ ഷോയിലാണ്. അപ്പോൾ സാറാണ് എൻ്റെ അടുത്ത് ഈ പേജൻ ഷോയിനെ കുറിച്ച് പറഞ്ഞത്. സാർ ഏകദേശം ഒരു ഹാഫ് ആൻ അവർ 45 മിനിറ്റ്സ് ആ സമയത്ത് ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലായിരുന്നു. ഞാൻ മാറി നിന്ന് സാറ് അത്രയും കാര്യമായിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചു. ആൻഡ് ഐ വാസ് വെരി ഹാപ്പി ദാറ്റ് ഹി കൺവിൻസ്ഡ് മീ. അതായത് ഒരിക്കലും ഞാൻ എൻ്റെ ലൈഫിൽ ചിന്തിച്ചിട്ട് പോലുമില്ല ഞാനൊരു പേജൻ ഷോക്ക് ഇറങ്ങും ഇത്രയും കോൺഫിഡൻസിലേക്ക് എല്ലാവരും. പക്ഷെ സാർ എന്നെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സാർ ഞാൻ അതിന് ആപ്റ്റ് ആണോ എന്ന് പോലും അറിയില്ല. ഇതുവരെ ഞാനൊരു ഒറ്റ ഷോയെ ഞാൻ ചെയ്തിട്ടുള്ളൂ. എനിക്ക് റാംബോക്ക് പോലും ശരിക്കും ചെയ്യാൻ അറിയില്ല. പക്ഷെ ഹി ടോൾഡ് മീ എവറിത്തിങ്, ഇറ്റ്സ് ഓക്കെ. ലൈക്ക്
വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. ഒരു പക്ഷേ സാർ അന്നെന്നെ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ പാജന്റ് ഷോയിൽ വരുന്നത് ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. ഇത് കംപ്ലീറ്റ് ചെയ്യില്ലായിരുന്നു. മേ ബി ഞാൻ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് ഞാൻ സെക്കൻഡ് റൗണ്ട് ഡ്രോപ്പ് ചെയ്തേനെ. പക്ഷേ സാർ അന്നെന്നെ വിളിച്ച് അത്രയും കാര്യമായിട്ട് കൺവിൻസ് ചെയ്ത് പറയുമ്പോൾ ഐ വാസ് വെരി ഹാപ്പി. ഞാനൊരു ഫ്രഷറാണെന്ന് നോക്കാതെ സാർ ഇത്രയും ഒരുപാട് കാലത്തെ പരിചയമുള്ള പോലെ സാർ സംസാരിച്ചു. ആൻഡ് ഐ വാസ് വെരി കംഫർട്ടബിൾ അറ്റ് ദാറ്റ് ടൈം. ഞാനിങ്ങനെ ഒരു പുതിയൊരു സർക്കിളിലേക്ക് പോകുമ്പം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാനും. ആ ഒരു പരിചയമില്ല, എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ സാർ എനിക്ക് അത്രയും ഓക്കെ ഫൈൻ, സാർ ഉണ്ടെങ്കിൽ ഓക്കെ, സാറിനെ ഞാൻ നോക്കും ഇവിടെ വരുമ്പോൾ ഒക്കെ കാണുവാണെങ്കിൽ എനിക്കിത് ഓക്കെ ഉണ്ടല്ലോ. അപ്പം എനിക്ക് എന്ത് കൺസേൺ വേണമെങ്കിലും എനിക്ക് പറയാനൊരാൾ ഇവിടെ ഉണ്ടല്ലോ ഒരു സമാധാനം. ആ ഒരു ഇമേജ് സാർ എനിക്ക് ഫസ്റ്റ് ആ ഒരു ഫോൺ കോളിൽ തന്നെ ക്രിയേറ്റ് ആയിരുന്നു. ആൻഡ് ഐ വാസ് വെരി ഹാപ്പി ദാറ്റ് ഞാൻ ഇതിൻ്റെ ഒരു പാർട്ടായത്. ആൻഡ് ടെൻഡൻസ് എനിക്ക് അത് വളരെ സന്തോഷമാണ്. ഈ ടൈറ്റിൽ കൂടുതൽ ഈ ഒരു ടെൻഡൻസ് ഇവൻസിൻ്റെ പാർട്ടായതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ഫസ്റ്റ് പേജിൻ്റെ കഴിഞ്ഞതിന് ശേഷം ടെൻഡൻസി ആയിട്ടൊരു സെക്കൻഡ് പേജിൻ്റെ കാര്യം ഞാൻ വിഷ്ണു സാറിനോട് ചോദിച്ചപ്പോൾ ഫ്രം ഡേ വൺ ആദ്യത്തെ ടോക്ക് തൊട്ട് ഇവിടെ വന്നൊരു ഗ്രൂമിങ് സെഷൻ ഉണ്ടായിരുന്നു. ശരിക്കും ഞാൻ ഫാഷൻ ഇൻഡസ്ട്രിയിൽ നിന്ന് വന്ന ഒരാളല്ല. ഒരു പേജൻ്റ് കഴിഞ്ഞു, പക്ഷെ എവറി പേജ് അല്ലെങ്കിൽ എവറി ഷോ ഞാനത് പഠിക്കാനായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സാർ എവറി മൈന്യൂട്ട് ഡീറ്റെയിൽസ്, വർക്ക് എങ്ങനെ ചെയ്യണം, എങ്ങനെ നിൽക്കണം, നമ്മുടെ എല്ലാവരുടെയും ബോഡി ഓരോ തരത്തിലാണ്, നമ്മൾ ഓരോരുത്തരുടെയും രീതികളും വ്യത്യാസമായിരിക്കും. പക്ഷെ നമ്മുടെ എന്ത് ഡൗട്ടാണെങ്കിലും വളരെ കാമായിട്ട് പറഞ്ഞു തന്ന് നമ്മളെ പഠിപ്പിച്ചെടുക്കും. നല്ല കാമായിട്ട് നമുക്ക് നല്ല കോൺഫിഡൻസ് തരും. എന്ത് ടെൻഷൻ നമ്മൾ സാറിനോട് ഷെയർ ചെയ്താലും സാർ അത് ഒരു കുഴപ്പമില്ല, കോൺഫിഡൻ്റ് ആയിട്ട്. അതുപോലെ ഹോൾ ടീം ഓഫ് ടെൻഡൻസ് ആക്ച്വലി ഗ്രൂമിങ് ആണെങ്കിലും നമ്മുടെ മേക്കപ്പ് ആണെങ്കിലും ഡ്രസ്, എവ്രിബഡി വാസ് വെരി സപ്പോർട്ടീവ്. നമുക്ക് എന്ത് കൺസേൺ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരത് അപ്പം റെഡിയാക്കാൻ തയ്യാറാണ്. മാത്രമല്ല വെരി പ്രൊഫഷണൽ ആയിട്ടൊരു കാര്യം ചെയ്തു പോകാനായിട്ട് ദേ വെരി കേപ്പബിൾ. അപ്പം അങ്ങനെ ഒരു ടീമിൻ്റെ കൂടെ ചെയ്യാൻ കഴിഞ്ഞത് ഐ ടേക്ക് ഇറ്റ് ആസ് എ പ്രിവിലേജ് ആക്ച്വലി. താങ്ക് യു. മോൾക്ക് എന്തെങ്കിലും അത്തരത്തിലുള്ള ഒരു മിസ് യൂണിവേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ കുട്ടികളോടോ അല്ലെങ്കിൽ പുതിയ ഈ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ബിൽഡ് അപ്പ് യുവർ കോൺഫിഡൻസ്. കാരണം ആസ് മെൻഷൻ ബിഫോർ, കോൺഫിഡൻസ് ആണ് ഇറ്റ്സ് ദ മസ്റ്റ് ടു അച്ചീവ് എനിത്തിങ്. സോ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമ്മൾക്ക് ഒന്നും അഥവാ ഇതിപ്പോൾ എക്സാം ആണെന്ന് വിചാരിച്ചോളൂ, പ്രസൻറ്റേഷൻ ഉണ്ടെന്ന് വിചാരിച്ചോളൂ, ഇൻ്റർവ്യൂ ഉണ്ടെന്ന് വിചാരിച്ചോളൂ, കോൺഫിഡൻസ് ഇല്ലെങ്കിൽ എല്ലാം അവിടെ തന്നെ പോവും. സോ കോൺഫിഡൻസ് ആണ് ആദ്യത്തെ. പിന്നെ കുറേ ആൾക്കാർ ഫിഗറിനെ പറ്റി പേടിക്കാറുണ്ട്. ഇതിപ്പം മിസ് യൂണിവേഴ്സ് ആവാനുള്ള ആൾക്കാരൊക്കെ അയ്യോ ഇതിപ്പം എൻ്റെ ഫിഗർ ഭയങ്കര പൊട്ടയാണ്, എനിക്ക് കുറച്ചും കൂടി എക്സസൈസ് ചെയ്യാണ്ട് അങ്ങനെയൊക്കെ വലിയ ഡയറ്റിലേക്കൊക്കെ പോവാറുണ്ട്. സോ ഞാൻ പറയുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം മിസ് യൂണിവേഴ്സിൽ എല്ലാ പേജൻസിൽ നോക്കുന്നത് കോൺഫിഡൻസ് തന്നെയാണ്. സോ മിസ് യൂണിവേഴ്സിലും ഇറ്റ് ഗോസ് ദ സെയിം. So if you're confident and you truly believe in yourself that you can do it, ഇതിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ I believed in myself and that's why I'm here today. So if many people can, I can, then definitely you can do it too if you truly believe in yourself and if you're dedicated. So ആദ്യം തന്നെ കോൺഫിഡൻസ് ആണ്. എല്ലാം കോൺഫിഡൻസ് തന്നെയാണ്. ഇതിപ്പോൾ ആക്ടർ ആവണം അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ നമ്മളുടെ ജോബ്സിനൊക്കെ പാഷൻസിനൊക്കെ വേണ്ടത് കോൺഫിഡൻസ് തന്നെയാണ്. കാരണം അതില്ലെങ്കിൽ you cannot get anything. So believe in yourself, never quit. You might fail, so just get back on your feet, strike again. You may not get it, try again, but ഒരു ദിവസം എന്തായാലും you will get it. ടെൻഡൻസ് അക്കാഡമിയുടെ ഇവൻറ്റ്സിൽ പങ്കെടുത്തല്ലോ. അപ്പോൾ മോൾക്ക് വേറെ ഷോസ് പങ്കെടുത്തതാണ്. അപ്പോൾ എന്താണ് ഡിഫറൻസ് ടെൻഡൻസും മറ്റ് കമ്പനീസായിട്ട്? ഇപ്പോൾ ടെൻഡൻസിയുടെ കമ്പനിയുടെ ഷോസിന് വേറൊരു കുട്ടീനെ സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അവരോട് പറയാനുള്ളത്? ടെൻഡൻസിയുടെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും സംശയം പേജൻറ് ഷോസ് നമുക്ക് എല്ലാവരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ നമുക്കൊരു ഫാഷൻ ഫീൽഡിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ വന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ, അതാണ് മിക്കവർക്കും ഉള്ള ഏറ്റവും വലിയൊരു തോട്ട് അല്ലെങ്കിൽ ലിമിറ്റേഷൻ ആയിട്ട് അവർ കാണുന്നത്. നമുക്ക് അറിയില്ലല്ലോ. പക്ഷേ ടെൻഡൻസ പോലൊരു കമ്പനി ഈസ് എക്സ്ട്രീംലി ബിഗിനർ ഫ്രണ്ട്ലി. അതായത് ഫ്രം ദ ബിഗിനിങ് എങ്ങനെ നിങ്ങൾ ഒരു സ്റ്റേജിൽ നിങ്ങളെ പ്രസൻറ്റ് ചെയ്യണം, വോക്ക് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എന്താണ് നിങ്ങൾ ഡയറ്റ് നോക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ ഹെൽത്തി ആവേണ്ടത് എന്നുള്ള മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ വി ഗെറ്റ് ഇറ്റ് ഫ്രം ദ ഗ്രൂമിങ് സെഷൻ. എസ്പെഷ്യലി വോക്കിൻ്റെ അന്ന് സാറാണെങ്കിലും ലൈക്ക് ഒരു ഹോൾ
ലൈക്ക് ഫോർ 2-3 hours നമുക്ക് ഓരോ ഡീറ്റെയിൽസും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ബിഗിനേഴ്സിന് എപ്പോഴും അതൊരു പ്രശ്നമാണ്. ഞാൻ ഇതിന് മുന്നേ ഒരു ഷോ ചെയ്തു. അപ്പോൾ എനിക്കും ഈ ഡൗട്ട്സ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കൂടുതലും യൂട്യൂബ് വീഡിയോസും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആക്സസ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ചിലർ പേജന്റ് കോച്ചസ് അപ്രോച്ച് ചെയ്ത് ചെയ്യുന്നവരുണ്ട്. ബട്ട് ദാറ്റ് ഈസ് ക്വൈറ്റ് എക്സ്പെൻസീവ് ഓൾസോ. അപ്പോൾ ഇതുപോലുള്ള ഷോസിൽ ദേ ആർ പ്രൊവൈഡിങ് ദ ഗ്രൂമിങ്, കംപ്ലീറ്റ് ഗ്രൂമിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഓരോ നമ്മുടെ റൗണ്ട്സ് തമ്മിലാണെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടായിരുന്നു ആ ഒരു ടൈം സ്പെസിഫിക്കേഷൻസും എല്ലാ കാര്യങ്ങളും. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാനായിട്ട് ആൾക്കാരുണ്ട്. ആൻഡ് ദേ ആർ അവൈലബിൾ 24/7. അത് തന്നെയായിരിക്കും ഞാൻ ഒരു ബിഗിനറിന് അല്ലെങ്കിൽ എത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും പേജന്റ് ഷോസ് വിൽ ബി ക്വൈറ്റ് ഡിഫിക്കൽട്ട്. അപ്പം അത് കാരണം ടെൻഡൻസ് ഞാൻ സജസ്റ്റ് ചെയ്യാൻ ഒരു റീസൺ, ലൈക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് റീസൺസ് അത് തന്നെയാണ്. കാര്യം ദ ഗ്രൂമിങ് ഈസ് എക്സലൻറ്റ്. നമ്മളെ കംപ്ലീറ്റ്ലി നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് അവരുടെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടായിരിക്കും. റിസൾട്ട് ഇസ് എ വെരി ഗുഡ് തിങ്. ഇപ്പോൾ നമ്മളെ ഈ വീടുകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പിന്തുണ, അതുപോലെ തന്നെ നിങ്ങൾ ഈ വിൻ ചെയ്യുമ്പോൾ നിങ്ങളെ കൂടെയുള്ള നിങ്ങളെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ കൊളീഗ്സ് അവരുടെ അടുത്തു നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പിന്തുണ, അതൊക്കെ എങ്ങനെയാണ്? ആക്ച്വലി ഞാൻ വരുന്നത് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫാഷൻ ഇൻഡസ്ട്രി ആയിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ഫാമിലിയിൽ നിന്നാണ്. എൻ്റെ പേജൻ്റ് ആണ് ശരിക്കും എൻ്റെ ഫാമിലി ആദ്യമായിട്ട് കണ്ടൊരു ഫാഷൻ ഷോ. പക്ഷെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നീ എന്ത് ആഗ്രഹിക്കുന്നോ അത് ചെയ്തോളൂ എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ കംപ്ലീറ്റ്ലി സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നതാണ് എൻ്റെ ഫാമിലി, എൻ്റെ പേരൻസ്, എൻ്റെ ബ്രദർ. ആൻഡ് ഫ്രണ്ട്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് അശ്വിൻ, കൃഷ്ണ, ഇവരെല്ലാവരും എന്ത് നീ ചെയ്തു കഴിഞ്ഞാലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഫുൾ സപ്പോർട്ട് ഉണ്ട്. ദേ ബിക്കം എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം. ഫസ്റ്റ് പേജന്റ് ഷോ വിൻ ചെയ്തതിന് ശേഷമാണ് ഹോസ്പിറ്റലിൽ എല്ലാവരും അറിഞ്ഞത് എനിക്ക് മോഡലിംഗ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം. അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ MD ശിവൻകുട്ടി സാർ ആണെങ്കിലും സന്ധ്യ മാം, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് സുരേഷ് സാർ, എവരിബഡി വർ വെരി സപ്പോർട്ടീവ്. നീ ഇനിയും ഇതുപോലത്തെ ഷോസ് ചെയ്യണം, ഞങ്ങൾക്ക് നീ ഒരു അഭിമാനമാണെന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. ശരിക്കും ആ ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷമാണ് ഐ സ്റ്റാർട്ടഡ് ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു തുടങ്ങിയത്. ഡാൻസ് ആണെങ്കിലും അവരാണ് എനിക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് തന്നത്. ആൻഡ് പേജന്റ് ഷോയിലും എന്നെ ഇത്രയും ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്ത് തന്നതും ആ ഒരു വർക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഐ എം എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. മുഴുവൻ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി, ഫ്രണ്ട്സ്, കൂടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും വളരെ സപ്പോർട്ടീവായിട്ടാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. വെരി ഗ്രേറ്റ്ഫുൾ അബൌട്ട് ദാറ്റ്. എനിക്ക് തോന്നുന്നു എൻ്റെ ആൻസർ എന്തായാലും ഭയങ്കര ഒബ്വിയസ് ആയിരിക്കും. അതിപ്പോൾ എൻ്റെ അമ്മ തന്നെയാണ്. ബോത്ത് മൈ പാരൻസ്, ഇതിപ്പോൾ അച്ഛനും കുറേ പ്രിപ്പറേഷനൊക്കെ എനിക്ക് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ടിൽ ഞാനും എൻ്റെ പാരൻസും ഞങ്ങളെല്ലാവരും കൂട്ടിരുന്നിട്ട് എന്ത് ആൻസറാണ് പ്രിപ്പയർഡ് ആയിരിക്കാം, എന്താണ് കൊടുക്കേണ്ടത്, അതെല്ലാം ഞങ്ങൾ കൂടെ ഇരുന്ന് ചെയ്യുന്ന സംഭവമാണ്. പിന്നെ ഇതിപ്പോൾ എൻ്റെ അമ്മയാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ റൗണ്ട്, അതേപോലെ തന്നെ വർക്ക് പോസ്, അത് എല്ലാം എൻ്റെ അമ്മ തന്നെയാണ് ചെയ്യാറുള്ളത്. സോ എൻ്റെ പാരൻസും എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. പിന്നെ എൻ്റെ അമ്മയാണ് ഈ പേജൻസിലൊക്കെ എങ്ങനെ ഹൗ ഡു യു ബിഹേവ്, വാട്ട് ഷുഡ് യുവർ മാനർ ബി, ഹൗ യു സപ്പോസ് ടു ആക്ട്, ലൈക്ക് അതെല്ലാം പഠിപ്പിച്ചത് എൻ്റെ അമ്മ തന്നെയാണ്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ അമ്മ തന്നെയാണ്. സോ ഇതിപ്പോൾ പ്രിപ്പയർഡ് ആയിരിക്കാൻ വേണ്ടിയിട്ടോ അതോ അടുത്ത പ്രസൻറ്റ് ഏതൊക്കെയാണെന്നൊക്കെ അവ ചൂസ് ചെയ്യുന്നത് അമ്മയാണ്, പാരൻസാണ്. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സപ്പോർട്ടീവാണ്, എല്ലാത്തിനും വേണ്ടിയിട്ടും കൂടെ നിൽക്കും. പിന്നെ സപ്പോർട്ടീവ് ആയിരിക്കണ കാര്യത്തിൽ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നൊക്കെ എന്നും പറഞ്ഞുതരാം. സ്ഥിരം സംഭവമാണ്, എന്നും പറഞ്ഞുതരും. എന്നും എന്നോട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എല്ലാം. അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ടീവാണ് പാരൻസൊക്കെ. എന്നെ സംബന്ധിച്ച് എനിക്ക് പേജന്റ് ഷോസ് കുറച്ചുകൂടെ ചാലഞ്ചിങ് ആയിരുന്നു. ആദ്യത്തേത് പറഞ്ഞ പോലെ തന്നെ എൻ്റെ പ്രൊഫഷൻ, ടൈം മാനേജ്മെൻറ്റ്, പിന്നെ എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. എന്ന് വെച്ചാൽ ഞാൻ മലപ്പുറത്ത് ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ചു വളർന്നൊരു മുസ്ലിം ഫാമിലിയിൽ ആണ് ഞാൻ ജനിച്ചു വളർന്നത്. ആൻഡ് പലർക്കും അറിയായിരിക്കും ആ ഒരു മലബാർ ഏരിയ അല്ലെങ്കിൽ മലപ്പുറം പോലുള്ള ഒരു സ്ഥലത്ത് ഒരു മുസ്ലിം ഫാമിലിയിൽ വളർന്നു വരുന്ന ഒരു പെൺകുട്ടിക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പം ഞാനിടുന്ന ഡ്രസ്സാണെങ്കിലും അതിടാൻ പാടില്ല, ഇതിടാൻ പാടില്ല, ഇത്രയും കവർ ചെയ്യണം എന്നൊക്കെയാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു ഷോ ചെയ്യുമ്പം അതിൻ്റെ ഫോട്ടോസ് പോലും സ്റ്റാറ്റസ് ഇടാൻ എൻ്റെ വീട്ടുകാർക്ക് പറ്റില്ല. ബിക്കോസ് ക്രിറ്റിസിസം കേൾക്കാൻ വയ്യാത്തതുകൊണ്ട്. പക്ഷേ ഒരു പോയിന്റ് എത്തിയപ്പം അവർ പറഞ്ഞു,
എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും ഞാൻ എൻ്റെ ഫസ്റ്റ് ഡിസൈനർ ഫാഷൻ ഷോ ചെയ്തപ്പം എൻ്റെ ഉപ്പ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ ഇച്ചിരി സ്ലിറ്റൊക്കെ ഉള്ള ഒരു ഡ്രസ്സായിരുന്നു, ഒരു സ്ലീവ്ലെസ്. സോ എൻ്റെ ലെഗും എൻ്റെ കൈയൊക്കെ എക്സ്പോസ്ഡ് ആയിരുന്നു. ആൻഡ് എൻ്റെ ഉപ്പ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എൻ്റെ റിലേറ്റീവ്സിന് അവൾ ചെയ്തതാണ്, ഫസ്റ്റ് ഷോ ആണ്, അവൾ വാക്ക് നല്ലതല്ലേ എന്ന് പറഞ്ഞ് ഫോണിൽ ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നത് എനിക്കിപ്പോഴും. ആൻഡ് ഐ വാസ് സർപ്രൈസ്ഡ് അറ്റ് ദ ടൈം. കാരണം ഉപ്പ അത് കാണിച്ചു കൊടുക്കുമ്പം ആൻഡ് ഇപ്പോഴാണ് ഞാൻ ജോലി ചെയ്യുന്നതും എനിക്ക് സാലറി കിട്ടി തുടങ്ങുന്നതും. ആ ടൈമിലൊക്കെ രജിസ്ട്രേഷൻ ഫീ ഞാൻ ഉപ്പാനോട് ചോദിപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു താല്പര്യമുണ്ട്. വെൻ ഐ വാസ് ഡൂയിങ് മൈ MBBS ആണ്, ആ സമയത്താണ് ഞാൻ ചോദിക്കുന്നത്. ആൻഡ് ഉപ്പ എനിക്ക് ഇങ്ങനെ ഒരു താല്പര്യമുണ്ട്, ഞാൻ സീരിയസ് ആണ് ഈ കാര്യത്തിൽ, ഇതുവരെ പറഞ്ഞ പോലെ തമാശയല്ല. ഉപ്പ പറഞ്ഞു ഓക്കെ, എത്ര പൈസ വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഉപ്പ എനിക്ക് അയച്ചു തരും. ആൻഡ് ഐ വാസ് വെരി ഹാപ്പി. ഇപ്പോഴാണെങ്കിലും ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഉമ്മേൻ്റെ അടുത്ത് ഫോട്ടോസ് ഇടണേ, വീഡിയോസ് ഇടണേ, എങ്ങനെ ഉണ്ടായിരുന്നു, ആൻഡ് എൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ടിൻ്റെ വീഡിയോ വേണം, നീ സംസാരിച്ചത് നല്ലതാണ്, അങ്ങനെ ഫുൾ പ്രോത്സാഹനം. അതായത് അവർ ശരിക്കും ഫൈറ്റ് ചെയ്യാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, ഞങ്ങൾ അവിടെ നിൽക്കുന്നില്ല. ദേ ആർ ഫൈറ്റിംഗ് വിത്ത് റിലേറ്റീവ്സ് ആൻഡ് ബാക്കിയുള്ള നൈബേഴ്സ് എല്ലാവരും. ഓ നിങ്ങളുടെ മകൾ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, എന്തോ വളരെ തെറ്റ് ചെയ്യുന്ന പോലെ. അത് അവിടെ അങ്ങനെയാണ്, ഞാൻ ആരെയും കുറ്റം പറയില്ല, ബിക്കോസ് അവർ വളർന്നു വന്ന രീതി അങ്ങനെയാണ്. ഞങ്ങൾക്ക് കുറച്ചുകൂടെ എക്സ്പോഷർ ഉണ്ട്. എൻ്റെ ഉപ്പയാണെങ്കിലും അബ്രോഡ് ആയിരുന്നു ആൻഡ് ഹി നോസ് ബാക്കിയുള്ള ആളുകളുടെ കൾച്ചർ, അവരുടെ ഇഷ്ടം. ഇന്ന് പോലും ഞാനിവിടെ വരുമ്പോൾ എത്തിയോ എന്ന് ഉപ്പ വിളിച്ച് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ആ നിൻ്റെ ഇഷ്ടമല്ലേ, നീ അത് വെച്ച് കണ്ടിന്യൂ ചെയ്ത് പോയിക്കുമെന്ന്. പിന്നെ പിന്നെ ഞാൻ കല്യാണം കഴിച്ചു, ഞാൻ മിസ്സിസ് കാറ്റഗറിയിലാണല്ലോ. ആൻഡ് എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും ഹസ്ബൻഡ് ഫാമിലി ആണെങ്കിലും ഇതേ പ്രശ്നം തന്നെയാണ്. മുസ്ലിം ഫാമിലിയിലോട്ട് തന്നെയാണല്ലോ നമ്മൾ കല്യാണം കഴിച്ചു പോകുന്നത്. ഇതിലും വലിയ പ്രശ്നങ്ങളാണ്, ബിക്കോസ് ഞാൻ പുറത്തുനിന്ന് വരുന്ന ഒരാളാണ്. ഒരു അവിടെ അവരെ റിലേറ്റീവിനെ സംബന്ധിച്ച് ഇങ്ങനൊരു പെണ്ണിനെ കിട്ടിയുള്ളൂ, വേറെ പെണ്ണിനെ ഒന്നും കിട്ടിയില്ലേ, ലൈക്ക് അവരുടെ ചോയ്സാണ് ഞാൻ. എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഞാൻ മകളാണ്, അവർക്ക് വേറെ എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ ചോയ്സാണ്. സോ അവർ പറയുന്നത് അവർക്ക് ബെറ്റർ ചോയ്സസ് ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഡ്രസ്സിങ്ങിൽ ശ്രദ്ധിക്കുന്നില്ല, ഐ ആം ഡൂയിങ് ദിസ് കൈൻഡ് ഓഫ് ഷോസ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അപ്പോഴും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞൊരു കാര്യമുണ്ട്, അവളുടെ ഇഷ്ടമാണ്, അത് അവൾ നോക്കട്ടെ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ, ഒരാളുടെ ഡ്രസ്സിങ് അല്ല അയാൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും ഇതിലോട്ട് വരാൻ ഉള്ളൊരു കോൺഫിഡൻസ് വരുന്നത്. പിന്നെ എൻ്റെ കൊളീഗ്സ്, അത് പറയാതിരിക്കാൻ വയ്യ. ഇപ്പം ഞാൻ പറയുമ്പോഴും എൻ്റെ ഡ്യൂട്ടി ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും നീ പോയിട്ട് വാ, ഞങ്ങൾ ചെയ്തോളാം, നിൻ്റെ ഡ്യൂട്ടി പോലും ഞങ്ങൾ ചെയ്യാം. അവർക്ക് ഹെക്റ്റിക് ആണെങ്കിൽ പോലും ദേ വിൽ ഡു. അവരുടെ പേര് ഞാൻ മെൻഷൻ ചെയ്തോട്ടെ, സ്വപ്ന, ശരത്, സർഫറാസ്, സദ്രുൽ, സച്ചിൻ, ഇത്രയും ആൾക്കാരാണ് എൻ്റെ HS ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അവർ പറയും നീ പോയിട്ട് വാ, ഞങ്ങൾ ചെയ്തോളാം, നിൻ്റെ ഡ്യൂട്ടി. ആ ഒരു ഇത് കേൾക്കുമ്പോൾ തന്നെ ഐ വാസ് വെരി ഹാപ്പി. എൻ്റെ ഡ്യൂട്ടി വരെ അവർ ചെയ്യാം. പിന്നെ എൻ്റെ റൂംമേറ്റ്, അവളാണ് ഞാൻ ഇങ്ങനൊരു മോഡലിംഗ് രംഗത്തോട്ട് വരാൻ തന്നെ കാരണം അവളാണ്. ഷീ യൂസ് ടു ടേക്ക് മൈ പിക്ചേഴ്സ് ആൻഡ് എപ്പോഴും പറയും കൊള്ളാം, നിനക്ക് മോഡലിംഗ് പറ്റും, യു ക്യാൻ ഡു ദാറ്റ്, നിനക്കെല്ലാം ഉണ്ട് അതിന്, അങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവളാണ്. ആൻഡ് ശിവാനി, ആൻഡ് അവൾ കാരണമാണ് ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ബേസിക്കലി. പിന്നെ ബാക്കി ഞാൻ മുന്നോട്ട് വന്നു, എനിക്കൊരു സ്റ്റെപ്പ് ഫോർവേഡ്, ആദ്യത്തെ ഒരു സ്റ്റെപ്പ്, ഒരു പുഷ് തന്നത് അവളാണ്. പിന്നെ ഞാൻ അതിലോട്ട് ഇറങ്ങിയപ്പോൾ ബാക്കി എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു. ആൻഡ് ഐ എം വെരി ഹാപ്പി ദാറ്റ് ഞാൻ അങ്ങനെ ഒരു ഫാമിലിയിലാണ്, ഞാൻ അങ്ങനെ ഒരു ഹസ്ബൻഡാണ് എനിക്കുള്ളത്, അങ്ങനെയുള്ള ഫ്രണ്ട്സാണ്. ഐ എം വെരി ഹാപ്പി ആൻഡ് ഐ എം വെരി ലക്കി ഓൾസോ. താങ്ക് യു. നമുക്ക് വളരെ നല്ല ഒരു അനുഭവമായിരുന്നു ഈ മിടുക്കികൾ അല്ലെങ്കിൽ ഭാവിയിലെ താരങ്ങൾ ഇവർ നൽകിയത്. ഫാഷൻ മേഖലയിലേക്ക് കാലെടുത്ത് വെക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എനിക്ക് തോന്നുന്നു വളരെ നല്ലൊരു സ്റ്റഡി ക്ലാസ് തന്നെ ഇവർ നൽകിയിട്ടുണ്ട്. ഇവർ ഭാവിയിൽ നമ്മളൊക്കെ അറിയപ്പെടുന്ന താരങ്ങളാവട്ടെ അല്ലെങ്കിൽ അറിയപ്പെടുന്ന മോഡലുകളാവട്ടെ, അതിനൊക്കെ ഉപരി നല്ല മനുഷ്യസ്നേഹികളായ നല്ല വ്യക്തിത്വങ്ങളായി മാറട്ടെ, സമൂഹത്തിൽ മാതൃക സൃഷ്ടിക്കാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.